എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ്. കൊല്ലത്തിലെ ജടായുപ്പാറ. കേബിൾ കാറിന് ഈ വഴിക്കും മറ്റേത് അങ്ങടാന്ന് തോന്നുന്നുണ്ട് നടക്കാനുള്ള ആൾക്കാർക്ക്. ഇവിടെ അല്ലേ? അപ്പോൾ അതേ നമ്മൾ എൻട്രി ആവുകയാണ് ഗൈസ്. വാവ്, ആഹാ, ഇതേപോലെ മേളിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. കേബിൾ കാറിൽ അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം അല്ലേ? ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാനല്ലേ? ഇത് നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന് പറയണം, പൈസ കൊടുക്കുന്നത്. ഒരാള് കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കാൻ കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കാൻ ഒരാൾ. ഇപ്പോൾ നമ്മൾ ജടായുപ്പാറയിലെ കേബിൾ കാർ അനുഭവം തുടങ്ങുകയാണ്. കേബിൾ കാർ റൈഡാണല്ലേ? ശരിക്കും ഇതൊരു സ്വിസ് കമ്പനിയുടെ ഈ സെറ്റപ്പ്. അതെ, സ്വിറ്റ്സർലൻഡിലൊക്കെ മറ്റേ മഞ്ഞുമലയുടെ മേളിലേക്കൊക്കെ മറ്റേ ഐസ് സ്കേറ്റിങ്ങിനൊക്കെ പോകില്ലേ, അപ്പൊ ഇതേപോലത്തെ സെറ്റപ്പിലാണ് മേളിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഇറക്കും, എന്നിട്ട് അവിടെ നാള് താഴത്തേക്ക് മറ്റേ ഐസ് സ്കേറ്റിംഗ് ചെയ്തു വരും. അതിനകത്തായി കേബിള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വിസ് മേഡ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഇതിന് 10 മിനിറ്റ് ഉണ്ടെന്നുള്ളത് യാത്ര, പതുക്കെ പോത്തോളൂ എന്നുള്ളത്. പിന്നെ ഇറങ്ങുമ്പോൾ അതേപോലെ പ്ലാനിൽ ഇറങ്ങണം. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ക്യൂവിൽ നിൽക്കണം. ഓരോ കേബിൾ കാറിലും ലിമിറ്റഡ് ആൾക്കാർ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് യാത്ര ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കേബിൾ കാർസ് സ്റ്റോപ്പ് ആവുകയില്ല. ഇറങ്ങാൻ നേരത്തൊരു ലിമിറ്റഡ് ഒരു സ്പീഡ് ഇങ്ങനെയായിരിക്കും. അപ്പം തന്നെ നമ്മൾ ഇറങ്ങണം. കണ്ടിന്യൂസ്ലി ഇങ്ങനെ മൂവ്മെൻ്റ് ആയിരിക്കും ഈ കേബിൾ കാറിനുള്ളത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോവാണ്. കയറിയ ഉടനെ നമ്മുടെ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സേഫ്റ്റിയാണ് ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഇതിലിരുന്ന് മുകളിലേക്ക് പോകുമ്പോണ്ടല്ലോ, കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഫുൾ സൂപ്പറായിരിക്കും. നല്ല ഗ്രീനറിയും നല്ല വേറെ കുറേ മലകൾ എല്ലാം കുറേ നല്ല രസമായിരിക്കും ഇതിനകത്ത് കാണാനായിട്ട്. പിന്നെ വന്നിട്ട് ഇതിനകത്ത് സ്വിസ് ടെക്നോളജി ആയതുകൊണ്ടും ഈ കേബിൾ കാറിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിളാണ്. പിന്നെ ഒരു സ്മൂത്ത് മൂവ്മെൻ്റ് ആണ് ഇതിന്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും പക്ഷേ ഇതിനകത്തിരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ, മറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കുറേ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇതിനകത്ത് സമയം പോകുന്നതേ അറിയത്തില്ല. നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോഴത്തേനും ഫോൺ നല്ലോണം സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ താഴേക്ക് പോകുന്ന വഴി അറിയത്തില്ല. ആരെങ്കിലും ജടായുപ്പാറയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സ്വിസ് ടെക്നോളജി കേബിൾ കാർ റൈഡ് ഒരിക്കലും മിസ് ചെയ്യരുത്. സൂപ്പർ എക്സ്പീരിയൻസ് ആണിത്. അങ്ങനെ നമ്മൾ ജടായുപ്പാറയിൽ മുകളിലെത്തി. ഇവിടെ കാണുന്ന വലിയ ജടായുവിൻ്റെ ശില്പം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പങ്ങളിൽ ഒന്നാണ്. അതായത് ഏകദേശം 200 അടി നീളവും 70 അടി ഉയരവും ഉള്ള ഈ ശില്പം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയും വലിപ്പവും നമുക്ക് മനസ്സിലാവും. ഇതൊരു ശില്പം മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ കഥയുണ്ട്. അങ്ങനെ ഈ പരിക്കേറ്റ ജടായു ഈ മലയിൽ വീണു എന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലം ജടായുപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ കഥ ഏതാന്ന് എനിക്കറിയോ? ഇല്ല. ഇതാണ് ജടായു. ജടായു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സീതേന രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് വെച്ച് ജടായു രക്ഷിക്കാൻ ശ്രമിക്കും സീതേനെ.
അപ്പോ ജടായുവിന്റെ ചിറക് രാവണൻ അരിയുമ്പോഴേക്കും ഇവിടെയാണ് താഴത്ത് വന്ന് വീഴുന്നത്. ഇവിടെ വീഴുമ്പോ രാമനൊക്കെ വരും. അപ്പൊ രാമനോട് ഇതേപോലെ നമ്മുടെ രാവണനെ തട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞിട്ട് രാമന്റെ മടിയിൽ കിടന്നാണ് മരിക്കുന്നത് ജടായു. അതാണ് ചൂടിത്തിരി കുറവുണ്ട് ഈ സമയത്ത്. ഇപ്പൊ 4 ആയി. നേരെ മറിച്ച് നമ്മൾ ഉച്ചയ്ക്ക് വന്നിച്ചെങ്കിൽ കഷ്ടപ്പെട്ടു പോകാനെ. പിന്നെ നമ്മൾ വന്ന കേബിൾ കാർ ഇതില്ലേ പോകുന്നു, മഞ്ഞ കളറ്. നമ്മൾ എവിടുന്ന് വന്നേന്ന് പോലും എനിക്ക് ഇവിടുന്ന് കാണുന്നില്ല. അവിടെ ഒരു കേബിൾ കാർ പോകുന്നുണ്ടല്ലോ, അതാണ് ഞങ്ങൾ വന്നത്. തിരിച്ചു പോവാണത്. നല്ല സ്ലോ ആ. ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേനും ഭയങ്കര സ്പീഡ് ആയല്ലേ. അത് ഇവിടെ ആൾക്കാർ അവിടുന്ന് നടക്കാനുള്ള ആൾക്കാർ അവിടുന്ന് നടന്നു വരുന്നുണ്ട്. നടക്കാനാണെങ്കിൽ കുറെ ദൂരം നടക്കാനുണ്ടെന്നോ. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പറ്റില്ല. കാരണം നടന്ന് ഇങ്ങനെ കറങ്ങി വരണം. അതെ, അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അധികം എക്സസൈസ് ചെയ്യാത്ത ആളുകൾ നടന്നു വരാത്തതാണ് നല്ലത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോകും. ഇത് ശില്പി രാജീവ് അഞ്ചലാണ് മെയിൻ ശില്പി. പുള്ളിക്കാരൻ സിനിമാ സംവിധാനമൊക്കെ ആയിരുന്നു. ഇപ്പൊ എഴുതിയിരിക്കുന്ന പുള്ളിക്കാരനെ കുറിച്ച്, പുള്ളിക്കാരൻ ഓസ്കാറിൽ ഒഫീഷ്യൽ എൻട്രി കിട്ടിയ പടങ്ങളായിരുന്നു പുള്ളിക്കാരന്റെ. ഗുരു സിനിമയില്ലേ, അതിന്റെയൊക്കെ സംവിധാനമായി. ഈ ടെമ്പിൾ വന്നിട്ട് രാമ ടെമ്പിൾ ആണ്. ജടായു രാമ ടെമ്പിൾ. പിന്നെ വേറൊരു ടെമ്പിൾ കൂടിയുണ്ട്. ഈ ചുറ്റില് നടക്കുമ്പോൾ ഏത് ആംഗിളിൽ നിന്നാലും നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിന്നിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അതൊരു വലിയ പ്രത്യേകതയാണ് ഇതിന്റെ. സാജൻ നടന്നു പോണ്ട്. നമുക്കിപ്പോ ഇത് കുറെ നേരം കണ്ട് ആസ്വദിച്ച് നമ്മളിപ്പോ പിന്നെയും കേബിൾ കാറിന്റെ അടുത്ത് പോവാണ്. അപ്പോ നമ്മൾ ഇതും കണ്ട് ജടായുവിനെയും കണ്ട് പിന്നെ രാമ ടെമ്പിളിനും അകത്ത് കയറിയില്ല. പക്ഷെ എന്നാലും നമ്മള് ഈ വലിയൊരു സ്കൾപ്ചർ കണ്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോ നമ്മുടെ കാർ, എന്ത് കാർ? മറാസക്കുട്ടനോ? ഈ കാറ് കേബിൾ കാർ നമ്മൾ വന്ന കാറായിരിക്കും. കേബിൾ കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ താഴത്ത് കുറച്ച് ഇരിക്കാലോ. ഇവിടെ ഇരിക്കാം. ഇത് അതായത് ഇതിന്റെ മേലിരിക്കരുത് എന്നേ. ഈ ജഡാ ശില്പത്തിന്റെ മേലിരിക്കരുത്. പക്ഷെ ഇതിന്റെ മേളിൽ ഇവിടെ ഇരിക്കാം, തറയിലിരിക്കാം. ഇവിടെ കാറ്റുണ്ടല്ലേ? കാറ്റുണ്ട്. ക്യാമറ വരൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് വിടാനുള്ള സമയമായി. അതെ, കുറെ വാനരന്മാരുണ്ട്. ഓ, വാനരന്മാര് ബാഗിന്റെ അടുത്ത് വരുമോ? എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ എടുത്തോ, പിടിച്ചോ. വാനരന്മാര് ജിംനാസ്റ്റിക്ക. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കേബിൾ കാറിന്റെ അടുത്ത് പോവാല്ലേ? പോയിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. ടയർഡായി, രാവിലെ ഇറങ്ങിയതാണ്. ഫുഡും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം ഇനി. ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോഴത്തെ. ഓക്കെ. അങ്ങനെ നമ്മൾ അവിടുത്തെ മേളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ താഴേക്ക് തിരികെ പോവുകയാണ്. വീണ്ടും കേബിൾ കാറിൽ വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ കാഴ്ചകൾ ഈക്വലി സൂപ്പറാണ്. അപ്പോൾ കേബിൾ കാറിൻ്റെ പൈസ എന്ന് പറയുന്നത് ഒരാൾക്ക് 555ആണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് നടന്നു വരാനാണ് അല്ലെങ്കിൽ ട്രക്ക് ചെയ്തിട്ട് വരാനാണ് ആഗ്രഹമെങ്കിൽ ഒരു 800 സ്റ്റെപ്പ്
ഓൾമോസ്റ്റ് അത്രയും ഉണ്ട്. അപ്പോൾ 350 തോന്നുന്നു, 350 രൂപയോളം ഒരാൾക്ക് ടിക്കറ്റിൻ്റെ പൈസയാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് ജടായുപ്പാറയിലെ ഞങ്ങളുടെ ഇന്നത്തെ അനുഭവം. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം കേട്ടോ. ഇതുപോലുള്ള ട്രാവൽ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ, സി യു.